സഭ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ കത്തുമായി എത്തിയിരിക്കുകയാണ് അമിത്ഷാ. ഇദ്ദേഹത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 10-20 ദിവസമായി രാജ്യം ചർച്ച ചെയ്യുന്നത്. ആൾ ഒളിവിലായിരുന്നു. രാജ്യത്തെ വിദ്യാർത്ഥികളോട് കാണിച്ച ക്രൂരതകൾക്ക് അയാൾക്ക് മറുപടി പറയാൻ വയ്യ. എന്നാൽ മറുപടി പറയാതെ വിടില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ പ്രതിപക്ഷവും നീങ്ങി. അങ്ങനെ പാർലമെന്റ് വർഷകാല സമ്മേളനം തുടങ്ങി 20 ദിവസം പിന്നിട്ട് ഇനി അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അയാൾ കത്തുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും നാൾ പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒടുവിൽ വേറെ വഴിയില്ലാതെ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. സഭ പിരിയാൻ ഒരു ദിവസം മാത്രം ശേഷിക്കവെയാണ് അമിത്ഷാ അനുരഞ്ജനത്തിന്റെ കത്തുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലിനും പെല്ലറ്റ് പ്രയോഗത്തിലും ആഭ്യന്തരമന്ത്രി സഭയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നും മാപ്പ് പറയണമെന്നുള്ള ആവശ്യത്തിൽ 17 ദിവസത്തോളം നീണ്ടുന്ന കടുത്ത പ്രതിഷേധങ്ങൾക്കും സഭാസ്തംഭനങ്ങൾക്കും ഒടുവിലാണ് വേറെ വഴിയില്ലെന്ന് കണ്ട് എല്ലാ വിഷയങ്ങളിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്നറിയിക്കാൻ അമിത്ഷാ നിർബന്ധിതനായത്. ഇന്നലെ 3 മണിക്ക് ചർച്ച തുടങ്ങിയാൽ ഇന്ന് വൈകിട്ടോടെ സഭയിൽ വിശദമായ മറുപടി നൽകാൻ തയ്യാറാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കേണ്ടി വന്നത് ആഭ്യന്തരമന്ത്രിയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഔദാര്യമല്ല, മറിച്ച് പ്രതിപക്ഷ കൂട്ടായ്മ നേടിയെടുത്ത വൻ വിജയമാണ്. ദിവസങ്ങളോളം സഭ തടസ്സപ്പെടുകയും എംപിമാർ ഒന്നടങ്കം പാർലമെന്റ് പ്രക്ഷുബ്ധമാക്കുകയും ചെയ്തിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ നടന്നിരുന്ന കേന്ദ്ര സർക്കാരിന്റെ മൗനമാണ് ഒടുവിൽ അലിഞ്ഞുപോയിരിക്കുന്നത്. പ്രതിപക്ഷ ബഹളത്തിൽ ദിനംപ്രതി സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നപ്പോഴും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ഭാവിക്കുകയായിരുന്നു കേന്ദ്രം. എന്നാൽ സഭയുടെ അവസാന നിമിഷങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം നൽകാതെ കഴിയില്ലെന്ന് BJP നേതൃത്വം തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഫലമായാണ് ഒരു തരത്തിൽ മാപ്പപേക്ഷയ്ക്ക് തുല്യമായ കത്ത് ആഭ്യന്തരമന്ത്രിക്ക് നൽകേണ്ടി വന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ അധികാരത്തിന്റെ ബലം ഉപയോഗിച്ച് അടിച്ചമർത്തൽ നയം പുറത്തെടുത്ത ഭരണകൂടത്തിന് ഇനി തടിയൂരാനാവില്ലെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. അയോധ്യ അഴിമതി ആരോപണങ്ങളും വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമങ്ങളും മൂടിവെക്കാൻ ഭരണപക്ഷം എത്രത്തോളം തന്ത്രങ്ങൾ മെനഞ്ഞിട്ടും പ്രതിപക്ഷത്തിന്റെ ഐക്യത്തിന് മുന്നിൽ അതൊക്കെ നിർവീര്യമായി. പ്രതിപക്ഷത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറായതോടെ ജനാധിപത്യത്തിൽ ഏകാധിപത്യത്തിന് സ്ഥാനമില്ലെന്ന ശക്തമായ സന്ദേശമാണ് പുറത്തുവരുന്നത്. ഇന്ന് വൈകിട്ട് ആഭ്യന്തരമന്ത്രി നൽകുന്ന മറുപടി ഏതായാലും അതിക്രമങ്ങൾ കാട്ടിയ ഭരണകൂടത്തെ കൊണ്ട് സഭയിൽ കണക്ക് പറയിപ്പിക്കാൻ കഴിഞ്ഞുവെന്നത് പ്രതിപക്ഷത്തിന്റെ വൻ വിജയവും ഒരക്ഷരം മിണ്ടില്ലെന്ന് തീരുമാനിച്ച കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയുമായിരിക്കുകയാണ്.